അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ, ഇതാണ് മക്കളെ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ട്. നമ്മളെ ഭാഷ എനിക്ക് തിരിയില്ല. മനസ്സിലായിരുന്നെങ്കിലും ഇത് പേരുന്ന് അത് മനസ്സിലായ മലയാളം പറഞ്ഞു. അപ്പൊ ചച്ചുമോളും അപ്പൂപ്പനും കൂടി നല്ല തർക്കത്തിലായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് മക്കളെ ബേക്കൽ ഫോർട്ട് കേട്ടോ. കാസർഗോഡ് ജില്ലയിലത്തെ ബേക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യണ ബേക്കൽ ഫോർട്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കോൾബിൻ ചേട്ടനും ചേച്ചിയും പിള്ളേരും ആണ്ടാ വന്നേക്കണം മക്കളെ. എൻ്റെ മക്കളൊക്കെ ഈ ബേക്കൽ കോട്ടയിൽ പോയേക്കണ മക്കളുടെ ഈ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇത് കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന ഏരിയയിലാണ് ഉള്ളത്. പള്ളിക്കര ബേക്കൽ എന്ന് പറയും. അവിടെയാണ് കേട്ടോ ഈ ബേക്കൽ കോട്ടയുള്ളത്. ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണിത്. പണ്ട് കാലത്ത് കുറേ വർഷം പഴക്കമുള്ള കോട്ടയാണ് മക്കളെ. നല്ല രസമാണ് കാണാൻ. പണ്ട് വരുമ്പോൾ ഇത് ഇത്ര ചെടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി ചെടിയാണ്. നല്ല പാതയാണ് മക്കളെ. നടവഴിയൊക്കെ ഉണ്ടല്ല കിടിലൻ കിടുകാച്ചി ആക്കിയിട്ടുണ്ട്, കല്ല് വെച്ചൊക്കെ കെട്ടി. അപ്പോൾ ഈ കോട്ടനെ കുറിച്ച് കുറേ ചരിത്രങ്ങളുണ്ട് മക്കളെ. ചരിത്രങ്ങളൊക്കെ കുറച്ചൊക്കെ കോൾബിൻ ചേട്ടൻ അറിയാം കേട്ടോ, അധികമൊന്നും അറിയില്ല. ഇതാണ് മക്കളെ അവിടെയുള്ള കോട്ടയിലുള്ള ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം. അവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തം ചുറ്റും കാണാം. കാസർഗോഡ് ജില്ലയുടെ പകുതി മൊത്തം കാണാമെന്ന് പറയണ പോലെ. പകുതി കാണൂല കേട്ടോ, എന്നാലും പകുതി കാണാം. അങ്ങനെ തന്നെ നമുക്ക് പറയാം മക്കളെ. 2 എണ്ണം ഉണ്ട് ആ സാധനം. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു മക്കളെ. വെയിലായതുകൊണ്ട് ഇത്തിരി നേരം നമ്മൾ മാവിൻ്റെ അടിയിൽ പോയി ഇരുന്നു മക്കളെ. മാവ് അവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. മാവുകൾ നല്ല തണൽ കിട്ടുന്ന ഏരിയയാണ്. പക്ഷെ നിറച്ച് കാഷ്ടിച്ചിട്ടേക്കണേണ് പട്ടികൾ, ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ. ഇത് കണ്ടാൽ മക്കളെ നല്ല സുഖമാണ് ഇതിൻ്റെ അടിയിൽ ഇരിക്കാൻ തന്നെ. അവിടെ ഒരു തണുപ്പ് തന്നെയാണ് കേട്ടോ മക്കളെ. നല്ല രസമാണ്. അപ്പോൾ കൊച്ചും ചച്ചും കൂടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇത് കണ്ടാൽ മക്കളെ, ഇതൊക്കെ ചെറിയ ചെറിയ കുഴിയുള്ള കിണറുകൾ. അതായത് യുദ്ധം വരുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വന്ന് ആക്രമിക്കാനും വേണ്ടിയാണ് അതൊക്കെ ഉള്ളത്. പിന്നെ അവിടെ ചെടികൾ ഒരു വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ മക്കളെ. നല്ല രസമാണ് കാണാൻ. നല്ല പച്ചപ്പായിട്ടുണ്ട് ഇപ്പം ഈ സമയത്ത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സംഭവമൊന്നുമില്ല. അപ്പൂന് ചൂടെടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ അടിയിൽ പോയിരുന്നത്. ഇത് കണ്ടാൽ മക്കളെ, ഇതൊക്കെ ചെറിയ ചെറിയ ഹോളുകൾ. ഈ ഹോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്രമിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് കള്ളിമുൾ ചെടിയാണ് കേട്ടോ. നല്ല രസമാണ്. എല്ലാവരും വന്നവരൊക്കെ ആ കള്ളിമുൾ ചെടിയിൽ പേരെഴുതി വെക്കണം. കോൾബിൻ ചേട്ടനും എഴുതി വെച്ച് കോൾബിൻ എന്ന് പേര്. നല്ല അടിപൊളി. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ. ചിലവർ കഴിച്ചിട്ടുണ്ടാവും, ചിലവർ കഴിച്ചിട്ടുണ്ടാവില്ല. അതിനകത്ത് ഉണ്ട് കേട്ടോ. അതേ നിൽക്കണ കണ്ടാ മക്കളെ പൂവെടുത്ത്. നല്ല അടിപൊളി. അത് ചുമന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ആഹാ, പഴുത്ത് കഴിഞ്ഞാൽ കിടിലൻ കിടുകാച്ചി ആയിരിക്കുള്ളൂ. ഇഷ്ടംപോലെ പേരെഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരും. പക്ഷെ കോൾബിൻ ചേട്ടന് നേരെ എഴുതാൻ പറ്റിയില്ല, എന്നാലും എഴുതി വെച്ച്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കണം. കോൾബിൻ ചേട്ടൻ ഈ കോട്ടയുടെ അടുത്ത് തന്നെ കേട്ടോ. പക്ഷെ കോൾബിൻ ചേട്ടൻ വരാറൊന്നുമില്ല മക്കളെ. കുറേ ആയി വന്നിട്ട്. 1 വർഷമോ 1.5 വർഷമോ 2 വർഷമൊക്കെ ആയി. ഈ കോട്ട അടുത്താണ്. ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ കോൾബിൻ ചേട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ. 4 അല്ല കേട്ടോ, ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. എന്നിട്ട് തന്നെ കോൾബിൻ ചേട്ടന് പോകാറില്ല. പക്ഷേ പുറത്തുനിന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര പ്രിയമാണ്. അത് നമുക്കല്ലേ അറിയില്ല. അതല്ലേ മക്കളെ പറയണേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയൂലെന്ന്. അതേപോലെയാണ് സംഭവം. ആ ഹൈ റേഞ്ച് ഏരിയയാണ് മക്കളെ ഇത്. അവിടുത്തെ ടോപ്പാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ എന്ത് ഭംഗിയാണ് മക്കളെ. കോട്ട കണ്ട, ഇത് കണ്ട, ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കണേണ് മൊത്തം ചുറ്റുമതിലായിട്ട്. എന്ത് രസമാണ് മക്കളെ കാണാൻ. ഇത് കണ്ട, അവിടെ കാണുന്നത് കടൽ. അത് റെഡ് മൂൺ ബീച്ച്, പള്ളിക്കര ബീച്ച്. അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോണത് റെഡ് മൂൺ ബീച്ചിലോട്ടും പള്ളിക്കര ബീച്ചിലോട്ടുമാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇത് കണ്ട മക്കളെ, അത് കാപ്പിൽ ബീച്ച് എന്ന് പറയും ആ സൈഡ്. ഇത് കണ്ട മക്കളെ, ഇത് ഒരു കുളം കേട്ടാ. ഈ കുളത്തിൻ്റെ ചരിത്രം തന്നെയുണ്ട്. അതിൽ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ എത്തണ എവിടെയാണെന്ന് അറിയാം, കടലിലെത്തും. അപ്പോൾ ഈ എനിമീസൊക്കെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ കുളമൊക്കെ കുഴിച്ച് വെച്ചേക്കണത്. അതായത് ഇവിടെ പട്ടാളക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടി ഇറങ്ങി ഓടി നേരെ ബോട്ട് പിടിച്ച് ഒരൊറ്റ വിടലൂടെ. അടിപൊളിയല്ലേ. ഇത് കണ്ട മക്കളെ, നല്ല പൂവൊക്കെ ഉണ്ടായിട്ട് അവിടെ. കിടിലൻ കിട്ടുകാച്ചി പൂവ് മക്കളെ. അതൊക്കെ കോൾബിൻ ചേട്ടനൊക്കെ പറിച്ച് ഈ കടയിൽ വന്നിട്ടുണ്ടായി മക്കളെ. ദാഹിച്ചിട്ട് വയ്യായിരുന്നു. തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടായി. തണ്ണിമത്തൻ ജ്യൂസ് ചോദിച്ചു മക്കളെ. തണ്ണിമത്തൻ ജ്യൂസ് ചോദിച്ചപ്പോൾ അവിടെ തണുപ്പില്ല, തണുപ്പില്ല, ഒന്നുമില്ല. എന്നിട്ട് പിന്നെ വെള്ളം മേടിച്ചു മക്കളെ. അല്ല, മിനറൽ വാട്ടർ മേടിച്ചു മക്കളെ. അവിടെ നിന്ന് മിനറൽ വാട്ടർ മേടിച്ച് കുടിച്ച്. ഇതാണ് മക്കളെ കോട്ടറ ഈ ഹോള്. ഈ എനിമീസൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള 2ാമത്തെ മാർഗ്ഗം ഉണ്ടായത്. ഇത് നേരെ പോണത് കടപ്പുറം ഭാഗത്തോട്ടാണ് മക്കളെ. ഇത് കണ്ട, നല്ല അടിപൊളി. ഇതാണ് കോട്ടയുടെ ബാക്ക് ഭാഗം. ഇവിടെയാണ് മക്കളെ പൊളി കാണാൻ വേറെ ലെവല്. ഇത് കണ്ട, ഈ ഗേറ്റ് വഴി പുറത്തോട്ട് ഇറങ്ങാം നമുക്ക്.
ഇത് നേരെ ഇങ്ങനെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കെട്ടൊന്നുമില്ല കേട്ടോ മക്കളെ, ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. ഈ വഴി കൂടിയാണ് രക്ഷപ്പെടണത്. ഇത് കണ്ട കടൽ, അവിടെയാണ് മക്കളെ സ്പോട്ട്, വേറെ ലെവൽ. ഇതാണ് കോട്ടയുടെ മെയിൻ സ്റ്റൈല്. ഇതും ഹൈ റേഞ്ച് ഏരിയ എന്ന് പറഞ്ഞില്ലേ കോൾവിൻ ചേട്ടൻ, ആ ടോപ്പ് അതും. ഇത് രണ്ടുമാണ് ബേക്കൽ കോട്ടയുടെ മെയിൻ കണ്ണി. അതായത് എന്തെങ്കിലും പരസ്യം വരുമ്പോഴും ഈ കോട്ടനെ കുറിച്ച് പരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാണിക്കാൻ പോണ മെയിൻ സ്പോട്ടുകൾ ഇത് രണ്ടുമാണ് കേട്ടോ. ഇത് രണ്ടുമാണ് കാണാൻ രസം. ഇതാണ് ബേക്കൽ ഫോർട്ടിൻ്റെ മെയിൻ കണ്ണി, അതായത് മെയിൻ ഹൃദയഭാഗം. എന്ത് രസമാണ് മക്കളെ അവിടുത്തെ ചെടികളൊക്കെ കാണാൻ, അടിപൊളിയാണ് കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചെടികളൊക്കെ നട്ടേക്കണേ. ഇതാണ് ബാക്ക് ഭാഗം കേട്ടോ. അതേ ഇവിടെയൊക്കെ മൊത്തം കാടായിരുന്നു, നേരത്തെ നല്ല കാടായിരുന്നു. പിന്നെ ഇവിടുത്തെ കടപ്പുറം എന്ന് പറഞ്ഞാൽ ഈ കടപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ രക്ഷ കിട്ടൂല മക്കളെ. ഇവിടത്തേക്ക് ഭയങ്കര ആഴമാണ്, പിന്നെ വലിവും കൂടുതലാണ്. വലിവ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലൊക്കെ ഭയങ്കരമായ കടലാണ്. നമുക്ക് കുറച്ച് അപ്പുറത്തൊക്കെ പോയി ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമില്ല, കാലൊക്കെ കഴുകാം. ഇവിടെ കാല് കഴുകാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. ഇത് കണ്ട കടൽ തന്നെ കണ്ട, നേരെ കുത്തനെയാണ് കിടക്കണത്. അതായത് മണ്ണ് ഒരു സ്ലോപ്പില്ല, നേരെ ഒരൊറ്റ പോക്കാണ് ആഴത്തിലോട്ട്. അങ്ങനത്തെ കടലാണ് കേട്ടോ ഇത്. ഒരു വെറൈറ്റിയാണ്. പിന്നെ തിരമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അടിച്ച് മിന്നിക്കണ തിരമാലയായിരുന്നു. ഇന്ന് കോൾവിൻ ചേട്ടനും ചേച്ചിയൊക്കെ പോയപ്പോൾ കൂടുതലായിരുന്നു തിരമാല, അമ്മാതിരിയായിരുന്നു. ഇത് കണ്ട ഇത് കാണാനാണ് ഭംഗി മക്കളെ. എന്ത് രസമായിരുന്നറിയോ അടിച്ച് തെറിക്കണത് കാണാൻ. പിന്നെ അവിടെ ഈ മുക്കോമാരൊക്കെ ഇഷ്ടം പോലെ മീൻ പിടിക്കാൻ വരും. പിന്നെ ഇളമ്പക്കയുണ്ട്, കക്കയുണ്ട്, അതൊക്കെ പിടിക്കാൻ വരും. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇളമ്പക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയോ, ഇളമ്പക്കയൊക്കെ വരും. അപ്പം ഇങ്ങനെ വരുന്നതായിരുന്നു മക്കളെ. അതൊക്കെ കഴിഞ്ഞ് ദിദി കൂടി ഇത് പായ ഉണ്ടാക്കൂലേ മക്കളെ, അതിൻ്റെയാണ് ഓലപ്പായ ഉണ്ടാക്കണത്. ഈ ചെടി വെച്ചാണ് മക്കളെ. എൻ്റെ മക്കൾക്ക് അറിയുമോയെന്നറിയില്ല, ഈ ചെടി വെച്ചാണ് ഓലപ്പായ മെടയണത്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മക്കളെ. ഇത് നല്ല മുള്ളായിരിക്കുള്ളൂ കേട്ടോ അതിന്. ഇതീ കൂടി ഇങ്ങനെ വന്നു മക്കളെ. നല്ല മഴയുള്ള സമയമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് മഴ പെയ്യാത്തത് ഭാഗ്യമായി മക്കളെ. ഇവിടെ ഉണ്ടല്ലോ ഈ ബേക്കൽ ഫോർട്ടിൽ ഇതിൽ കൂടി ചെറിയൊരു വണ്ടിയില്ലേ, ട്രോൾ വണ്ടി. ആ വണ്ടി ഉണ്ടായെങ്കിൽ ഉണ്ടല്ലോ അതായത് നമ്മളെ ടൂറിസ്റ്റുകളെയൊക്കെ കാണിക്കാൻ പറ്റിയ വണ്ടി ഉണ്ടെങ്കിൽ കിടിലൻ കിടുക്കാച്ചായിരിക്കും കേട്ടോ. ആ സംവിധാനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നടന്ന് ക്ഷീണിക്കൂല, വെയിലത്തൊക്കെ നടന്ന് ക്ഷീണിക്കൂല. ചെറിയൊരു വണ്ടി ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇത് മക്കളെ ഈ കായ എന്ത് കായാണെന്ന് പറയുമോ, കാറ്റാടി മരത്തിൻ്റെ കായാണ് കേട്ടോ. പണ്ടൊക്കെ പപ്പ കോൾവിൻ ചേട്ടനെയും ചേച്ചിനെയൊക്കെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. കോൾവിൻ ചേട്ടനെയും ചേച്ചിനെയും ചേട്ടനെയൊക്കെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. ഇത് വെച്ച് മുടി വാരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട ചീപ്പ് കായ എന്ന് പറയും. ചേച്ചി മുടിയും വരാൻ പറ്റില്ല, ഒരു കുന്തവും വരാൻ പറ്റില്ല. അപ്പം ചേച്ചി അത് പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു, ഇത് വെച്ച് ഇങ്ങനെ ചീപ്പ് കായ മുടി വാരാൻ പറ്റും എന്നൊക്കെ. അപ്പുക്കുട്ടൻ പോയിട്ട് 2-3 പറിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിങ്ങാട് വന്ന വഴി മക്കളെ ഒരു പേരൊക്കെ നല്ല മൂത്ത് തുടുത്ത് പഴുത്ത് കിടപ്പുണ്ടായി. അതും കട്ടുണ്ടായിട്ടാ വന്ന വരവ് കണ്ട ചേച്ചി. ഗോൾവിൻ ചേട്ടനാണ് പറിച്ചത് കൊടുത്ത്. ഈ 2ാമത്തെ പേരൊക്കെ ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ മക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗോൾവിൻ ചേട്ടൻ്റെ കൂടെ